ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരത്തെ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തരകർമ്മ്യ ആത്മീയതയുടെ 144 സെഷനാണല്ലോ ഇത്. 5-ാം സദനത്തെക്കുറിച്ചുള്ള 7-ാമത്തെ വിചിന്തനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 5-ാം സദനത്തിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ ഖണ്ഡികയിലേക്കാണല്ലോ നമ്മൾ വന്ന് നിൽക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് വലിയൊരു ഉറപ്പായിട്ട് അനുഭവപ്പെടണം. ആ ഉറപ്പിന്മേലാണ് നമ്മൾ ഈ ഒരു ആത്മീയ ആനന്ദ അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. എന്ന് മദ്രസ്യ പറഞ്ഞു വരികയായിരുന്നല്ലോ. അത് ആത്മാവ് ദൈവത്തിന്റെ സാന്നിധ്യം കാണുന്നത് കൊണ്ടോ കേൾക്കുന്നുകൊണ്ടോ തൊട്ട് നോക്കുന്നുകൊണ്ടോ ഒന്നുമല്ല. നമ്മുടെ ഇന്ദ്രിയങ്ങളും ചിന്തയും ബുദ്ധിയും ഭാവനയും എല്ലാം ഏതാണ്ട് ഓഫായ അവസ്ഥയിലാണ്, നിസ്സഹായമായ അവസ്ഥയിലാണ്. നമ്മുടെ ഉള്ളിൽ ആ സാന്നിധ്യം, ഈശ്വര സാന്നിധ്യം നിറഞ്ഞു വരുമ്പോൾ അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ല. പക്ഷെ ഒരു ഉറപ്പ് ശക്തമായിട്ട് നമുക്ക് അനുഭവപ്പെടും. ആ അറിവിന്റെ ഉറപ്പ് മദ്രസ അത് പറയുകയായിരുന്നല്ലോ. അത് പറഞ്ഞു വന്നപ്പോൾ 10-ാമത്തെ ഖണ്ഡിക കാണുകയുണ്ടായി. 3 രീതിയിൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മില് സംജാതമാകുവാനുള്ള സാധ്യതയുണ്ട് എന്ന്. അപ്പം ദൈവം 3 രീതിയിൽ സന്നിഹിതമാകാം നമ്മുടെ ഉള്ളത്തില് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ദൈവം സാന്നിധ്യവും ശക്തിയും സത്തയും മൂലം എല്ലാ വസ്തുക്കളിലും ഉണ്ടെന്ന് അറിയാതിരുന്ന ഒരാളെ എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെപ്പറ്റി തന്നെയാണ്. അത് അങ്ങനെ ചിന്ത വരാൻ കാരണം അത് അമ്മദ്രേസ്യയുടെ കുമ്പസാരക്കാരനാണ് അച്ഛൻ അതേപ്പറ്റി സംസാരിച്ച് പറഞ്ഞു, ദൈവം വ്യക്തികളില് ഗ്രേസ് വഴി, കൃപ വഴി മാത്രമാണ് സന്നിഹിതമാകുന്നത്, വേറെ ഒന്നുമില്ല. അപ്പൊ ഒരു കാലഘട്ടത്തിൽ അമ്മദ്രേസ്യ അങ്ങനെ ചിന്തിച്ചിരുന്നു. പക്ഷെ പിന്നീട് അമ്മദ്രേസ്യക്ക് മനസ്സിലായി അങ്ങനെയല്ല, ദൈവത്തിന്റെ സാന്നിധ്യം 3 രീതിയിലുണ്ടാവാം. അതേപ്പറ്റി ഇംഗ്ലീഷ് വേർഷനിൽ അടിക്കുറിപ്പായിട്ട് കുറച്ചുകൂടെ വിശദമായിട്ട് കൊടുത്തിരിക്കുന്ന ശ്രദ്ധിക്കുകയുണ്ടായി. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നതായ പ്രസൻസ്, പവർ, എസൻസ്, ഈ 3 വാക്കുകൾ, അതിന് മലയാളം കൊടുത്തിരിക്കുന്നത് സാന്നിധ്യവും ശക്തിയും സത്തയും. അത് അല്പം ഒരു എന്തോ ഒരു കൺഫ്യൂഷൻ പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ ഇംഗ്ലീഷ് വേർഷനിൽ കൊടുത്തിരിക്കുന്ന വിശദീകരണമാണ് കുറച്ച് എനിക്ക് ബോധ്യപ്പെട്ടത്. അവിടെ അത് ഞാനൊന്ന് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ സാന്നിധ്യം എങ്ങനെയാ 3 രീതിയിൽ ലോകത്തിൽ സംജാതമായിരിക്കുന്നത് എന്ന്. ഒന്നാമത്തേത് ഇംഗ്ലീഷ് വേർഷനിൽ അവരെടുക്കുറപ്പായിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇൻ എസൻസ്, സത്താപരമായ സാന്നിധ്യം. ദൈവത്തിന്റെ സത്താപരമായ സാന്നിധ്യം സകല സൃഷ്ടികളിലും ഉണ്ട്. അങ്ങനെ സാന്നിധ്യം ഇല്ലെന്നായി പോയാൽ പിന്നെ ഒരു സൃഷ്ടിക്കും നിലനിൽക്കാൻ പോലും പറ്റുകയില്ല. അപ്പോസ്തല പ്രവർത്തനം 17-ാമത്തെ അധ്യായം 27-28 വാക്യങ്ങളില് ആഥൻസില് അരിയോപ്പഗസിന്റെ ആ സമ്മേളന ഹാളിന്റെ നടുവില് പ്രസംഗപീഠത്തിൽ നിന്നുകൊണ്ട് പൗലോസ് സംസാരിക്കുമ്പോൾ ആഥൻസുകാരുടെ ചില കവികളെ ഉദ്ധരിച്ചുകൊണ്ടും സൂചിപ്പിച്ചുകൊണ്ട് പൗലോസ് പറയുന്നുണ്ട്, നാം ദൈവത്തിന്റെ കരവേലയാണ്, നാം ദൈവത്തിലാണ് ചരിക്കുന്നത്, ദൈവത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത്, ദൈവത്തെ കൂടെ നമുക്ക് അസ്തിത്വം പോലും ഇല്ല. അങ്ങനെ ആശയം പൗലോസ് പങ്കുവെക്കുന്നുണ്ട്. അപ്പം ദൈവത്തിന്റെ കരവേലയാണ്, ദൈവത്തിലാണ് നാം ചരിക്കുന്നത്. നമ്മുടെ ഓരോ ശ്വാസവും നടപ്പും എടുപ്പും ചിന്തയെല്ലാം ദൈവത്തിലാണ് അത് വർക്കിംഗ് ആയിരിക്കുന്നത്. സങ്കീർത്തനം 104 28, 29 തിരുവചനങ്ങളിലും ഏതാണ്ട് സമാനമൊരാശയം കാണാൻ പറ്റും. അവിടുന്ന് കൈ തുറക്കുമ്പോൾ സകല സൃഷ്ടിക്കും ജീവജാലങ്ങൾക്കും ഭക്ഷണം കിട്ടുന്നു. അങ്ങ് മുഖം മറച്ചാൽ അവ പരിഭ്രാന്തരാകും. അങ്ങ് കൈ പിൻവലിച്ചാൽ, പരിപാലന പിൻവലിച്ചാൽ അവ ജീവനില്ലാത്ത ചത്തുപോകും, ഇല്ലെന്നായി പോകും. ജീവശ്വാസം പിൻവലിച്ചാൽ, അങ്ങ് മുഖം മറച്ചാൽ പോലും പരിഭ്രമം ഉണ്ടാവും. അപ്പൊ ആ ഒരു നമ്മൾ സൂര്യനെ പറ്റി ചിലപ്പോൾ ചിന്തിക്കാല്ലേ, സൂര്യന്റെ സൂര്യൻ എന്നുള്ള എനർജി കൊണ്ടാണ് ഭൂമിയിൽ ഈ പച്ചപ്പും ജീവ സാന്നിധ്യവും സസ്യലതാദികളും മൃഗജീവിതവും എല്ലാം നിലനിൽക്കുന്നത്. അപ്പൊ സൂര്യന്റെ സാന്നിധ്യം, അതുവഴി കിട്ടുന്ന പ്രകാശം, എനർജി, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. സൂര്യൻ ഇല്ലായെങ്കിൽ ഭൂമി ചുമ്മാ ഇരുണ്ട് തണുത്തുറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലം മാത്രമായി അവശേഷിക്കുമായിരുന്നു. സൂര്യന്റെ പ്രകാശത്തിലൂടെ സാന്നിധ്യം ചൂട് വഴിയായിട്ടാണ് നമുക്ക് ജീവന്റെ സാന്നിധ്യം വരുന്നത്. ഭൂമിയിൽ നിന്ന് സൂര്യൻ മാറിപ്പോയാൽ രാത്രിയാകുമ്പോൾ ഭൂമിയാണ് പുറത്തിരിയുന്നത്, സൂര്യന്റെ സാന്നിധ്യം ഇല്ലാതെ വരുന്നു.
അപ്പോഴേക്കും വല്ലാത്തൊരു മ്ലാനത ഭൂമുഖത്താകെ വന്ന് കയറുന്നുണ്ട്. പക്ഷികളെല്ലാം പോയി കൂട്ടിക്കയറും, മൃഗങ്ങളെല്ലാം പോയി കൂട്ടിക്കയറും, മനുഷ്യൻ കിടന്നുറങ്ങാൻ പോകുന്നു, ജീവജാലങ്ങളൊക്കെ അതിന്റെ ഇലകളിൽ അടയ്ക്കുന്നു. ഇങ്ങനെ ഒരു 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 എന്നതാ പരിഭ്രമിക്കുന്ന സങ്കീർത്തനം പറയുകയാണ്. അങ്ങ് മുഖം മറച്ചാൽ പരിഭ്രമിക്കും. സൂര്യന്റെ മുഖം മഴക്കാറ് കയറി മറഞ്ഞാൽ പോലും ഇരുട്ട് വരും. സൂര്യന്റെ മുഖം ഭൂമി പുറംതിരിയുക വഴി കാണത്തില്ലെന്നായി കഴിഞ്ഞാൽ വല്ലാത്ത ഇരുട്ട് കയറുമ്പോൾ ചൂടും പ്രകാശം എല്ലാം പോയി ഒരു ഒരു വല്ലാത്ത ഒരു ഒരു കുറവിന്റെ അവസ്ഥയുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ സൂര്യന് ഒരുപക്ഷെ ഇല്ലെന്നായി പോയാൽ ആദ്യം പറഞ്ഞതുപോലെ പിന്നെ ഒരു ജീവനും ഭൂമിയിൽ നിൽക്കാൻ പറ്റിയല്ലാത്തൊരവസ്ഥ അവിടെ സംജാതമാവുകയും ചെയ്യും. ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവം തന്റെ സാന്നിധ്യം തന്നിരിക്കുന്ന കൊണ്ടാണ് സകല സൃഷ്ടവസ്തുക്കളും എന്തായിരിക്കുന്നുവോ ആ അവസ്ഥയിലായിരിക്കുന്നത് എന്നാണ്. അതാണ് അതിന്റെ ഒന്നാമത്തെ ഘട്ടം. ഇതാണ് ദൈവസാന്നിധ്യത്തിന്റെ എല്ലാ വസ്തുക്കളിലുമുള്ള ശൈലി. രണ്ടാമത്തേന്ന് പറയുന്നത് ബൈ ഗ്രേസ്, കൃപാവരം വഴിയായിട്ട് ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ നൽകുന്നുണ്ട്. പക്ഷെ അത് അരൂപിയിലാണ് നൽകുന്നത്. അരൂപിയുള്ള മനുഷ്യർക്കാണ് അത് കിട്ടുന്നത്. അതും മാരകപാപം ഇല്ലാതെ ദൈവത്തോട് ബന്ധം പൂർണ്ണമായിട്ട് വിച്ഛേദിച്ച് കളഞ്ഞിട്ടില്ലാത്ത ആത്മാവിൽ, അരൂപിയില് ദൈവത്തിന്റെ കൃപാവരം വഴി അവിടുന്ന് സന്നിഹിതനാണ്, അവിടുത്തെ കൃപ വർഷിച്ചു തരുന്നു എന്ന് പറയുകയാണ്. ഇപ്പൊ മാരകഭാവത്തിൽപ്പെട്ട ആത്മാവ് ദൈവത്തിന്റെ കൃപ സ്വീകരിക്കാൻ മേലാതെ കട്ടായിപ്പോയി, അത് കൃപ ഒഴുകി വരികയല്ല, അങ്ങനെ ആയിപ്പോയി. അപ്പൊ മാരകഭാവം ഇല്ലാത്ത ആത്മാവില് ദൈവത്തിന്റെ സാന്നിധ്യം കൃപ വഴിയായിട്ട് കൂടുതലായിട്ട് ലഭ്യമാണ്. ഇനി മൂന്നാമത്തേന്ന് പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം കൂടുതൽ സജീവമാകുന്നു ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ കൃപയുള്ള ആത്മാക്കള് ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് നിറഞ്ഞ് ചെറിയ ലഘുപാപങ്ങൾ പോലും ഒഴിവാക്കി തമ്പുരാനായിട്ട് തങ്ങളുടെ ഉള്ളങ്ങളെ മുഴുവൻ ശൂന്യമാക്കി തുറന്ന് സമർപ്പിച്ചു കൊടുത്ത് ദൈവത്തിന്റെ വഴിയിലൂടെ എന്നെ സ്നേഹിക്കുന്നതിന്റെ വചനം പാലിക്കും, അപ്പോൾ ഞാൻ അവനെ സ്നേഹിക്കും, പിതാവ് സ്നേഹിക്കും, ഞങ്ങൾ വന്ന് അവന് വാസം ഉറപ്പിക്കും. അങ്ങനെ ദൈവത്തിന്റെ സാന്നിധ്യം ഏറ്റവും ശക്തമായിട്ടും നിറവായിട്ടും കിട്ടുമ്പോൾ ആ വ്യക്തികളില് ഈ ഫലങ്ങളിലൂടെയാണ് സാന്നിധ്യം അനുഭവമാകുന്നത്. ഫലങ്ങളിലൂടെ ആനന്ദം, സമാധാനം, സ്നേഹം, അങ്ങനെ വിസ്താരമാകുന്ന ഫലങ്ങൾ നിറഞ്ഞിട്ട് ദൈവസാന്നിധ്യം അനുഭവമാകും. അപ്പൊ ഇങ്ങനെ 3 രീതിയിലുള്ള ദൈവസാന്നിധ്യ രീതിയുണ്ട് എന്ന് നമ്മൾ കാണുമ്പോൾ ഈ 3 രീതിയിൽ ദൈവസാന്നിധ്യം നിറയുന്ന അനുഭവമാണ്. അതേക്കുറിച്ച് അമൃതശ്വര പറഞ്ഞു വരുന്നത് നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റും. ഇതിപ്പോ ചിന്തിച്ചിരുന്നപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞ മനസ്സിൽ വന്നൊരു കാര്യം, ഒരു പേരയ്ക്ക ഉണ്ടാകുന്ന പേരമരം, ആ പേരമരത്തിന്റെ സകല ഇലകളിലും കമ്പുകളിലും തടിയിലും അല്ല അതിന്റെ തായ്തണ്ടിലും വേരിലും കായ്കളിലും പൂവിലും എല്ലാം ഒരു പേരയുടെ ഒരു സത്തയുണ്ട്. പേരയുടെ ഒരു മണം അല്ലെ രുചി അല്ലെ ഒരു ഗുണം എല്ലാം ആ പേരയുടെ മുഴുവൻ ഭാഗങ്ങളിലും ഉണ്ട്. ഇല പറിച്ച് മണത്ത് നോക്കിയാലും, പൂ പറിച്ച് മണത്ത് നോക്കിയാലും, കടിച്ചു നോക്കിയാലും, തൊണ്ട കടിച്ചു നോക്കിയാലും, അതിന് തൊലിയെ നോക്കിയാലും വേറെ എല്ലായിടത്തും പേരയ്ക്കായത് നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ എന്ന് പറഞ്ഞ പോലെയാണ് ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവൻ ദൈവത്തിന്റെ സത്ത നിറഞ്ഞു നിൽക്കുന്നത്. നമ്മള് ജ്ഞാനത്തിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന് 7-ാം വാക്യം, ലോകം ദൈവത്തിന്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു, എല്ലാത്തിനെയും അവിടുന്ന് ആവരണം ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്, എല്ലാത്തിനും. അപ്പൊ ഒരു പേരയുടെ വേരിന്റെ അങ്ങറ്റത്തെ തുമ്പ് മുതല് മുകളിലുള്ള തളിപ്പിന്റെ അങ്ങേറ്റത്തെ ചെറിയ തളിപ്പ് വരെ കൂമ്പ് വരെയും സകലയിടത്തും പേരയുടെ ഒരു സത്ത എസൻസ് നിൽപ്പുണ്ട്. അങ്ങനെ ഇനി അത് പറഞ്ഞ പ്രസൻസ്, സത്താപരമായ സാന്നിധ്യം എന്ന് പറയും ദൈവത്തിന്റെ. ഞാൻ ചിന്തിക്കുകയായിരുന്നു. രണ്ടാമത്തേത് ഗ്രേസ് വഴി എന്ന് പറഞ്ഞല്ലോ. പേരയെ പറ്റി ഉദാഹരണം ചിന്തിക്കുമ്പോൾ പേരയുടെ ഒരു കമ്പ് ഉണങ്ങിപ്പോയി, അത് ഒടിഞ്ഞു പോയി, അല്ലെ കീടബാധ വന്നിട്ട് അത് ഉണങ്ങിപ്പോയി, ഒടിഞ്ഞ് തൂങ്ങിക്കിടക്കുന്നല്ല, മരത്തിൽ തന്നെ ഉണങ്ങി നിൽക്കുന്നല്ല, ഒടിഞ്ഞ് താഴെ കിടക്കുന്നു, ഇലകള് കരിഞ്ഞ് താഴെ പൊഴിഞ്ഞു വീട് കിടക്കുന്നു, പഴുത്ത ഇല താഴെ വീട് പൊഴിഞ്ഞു കിടക്കുന്നു. അങ്ങനെയുള്ള ആ ഉണക്കക്കമ്പിലും ഉണങ്ങിയ ഇലയിലും ഒക്കെ പേരയുടെ ഒരു സത്ത്, പേരയുടെ ഒരു മണവും ഗന്ധവും രുചിയും ഉണ്ട്. പക്ഷേ അങ്ങനെയുള്ള മേഖലകളിലേക്ക് പേരയിലുള്ള ജീവരസം ഒഴുകി വരുന്നില്ല. പേരയില നിരന്തരം വേരുകളിലും ഇലകളിലും തണ്ടിലും ശിഖരങ്ങളിലും കൂമ്പിലും ഇലയിലും പൂവിലും കായിലും എല്ലാം
നിരന്തരം പേരയുടെ ജീവരസം ഒഴുകി കയറി ഇറങ്ങുന്നുണ്ട്. അതിലൂടെയാണ് പേര വളരുകയും ഫലം പുറപ്പെടുവിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പേരാണെങ്കിലും കമ്പാണ് എല്ലാം നമുക്കറിയാം. എന്നാൽ ഇതാണ് ഗ്രേസിന്റെ ഒരു ഉദാഹരണമായിട്ട് എന്റെ മനസ്സിൽ വരികയായിരുന്നു. പക്ഷെ ഈ ജീവരസം ഉണങ്ങിപ്പോയൊരു കമ്പനിക്ക് കയറി ചെല്ലുകയാണ്. ഒഴിഞ്ഞു വീണ് നിലത്ത് ഒടിഞ്ഞു കരിഞ്ഞു കിടക്കുന്ന ഒരു ഇലയിലേക്ക് ജീവരസം കടന്നു വരുന്നില്ല. കേടുവന്ന് ഉണങ്ങിയ മരത്തിൽ തന്നെ നിൽക്കുന്ന ഒരു ശാഖയിലേക്കും ഈ ജീവരസം കയറി ചെല്ലുകയല്ല. അത് മാരകപാപം വഴി സംഭവിക്കുന്നത് പേരയുടെ കമ്പ് ഉണങ്ങി പോകുന്ന പോലെയാണ്, അല്ല ഒടിഞ്ഞിട്ട് ഉണങ്ങി താഴെ വീണ് കൊടുക്കുന്ന പോലെയാണ്. അപ്പൊ ജീവരസത്തിന്റെ ബന്ധമില്ല. അപ്പൊ മാരകപാപത്തിലുള്ള വ്യക്തിയിൽ ദൈവത്തിന്റെ ജീവരസം കൃപാവരത്തിന്റെ ഒഴുക്ക് വന്ന് കയറുന്നില്ല. ഒരു ചത്ത അവസ്ഥയാണ് മാരകപാപം, മോർട്ടൽ സിൻ പെട്ട് കഴിയുമ്പോൾ. അതാണ്. ഇനി മൂന്നാമത്തേത് പറഞ്ഞു, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നിറഞ്ഞ് ദൈവസാന്നിധ്യം അനുഭവമാകുന്നു. അവിടുത്തെ നിരക്കുള്ള വാത്സല്യം, അവിടെ ആ ദൈവത്തിന്റെ സ്നേഹം നിറഞ്ഞിട്ട് ആ സാന്നിധ്യം പ്രകടമാകുന്ന അനുഭവം മൂന്നാമത്തെ പറഞ്ഞല്ലോ. പേരുടെ ഉദാഹരണം പറയുമ്പോൾ മനസ്സിൽ വന്നു ഒരു പക്ഷെ പേരപ്പഴം, പേരയ്ക്കാപ്പഴത്തിനകത്ത് ആ പേരയുടെ സത്ത് ഏറ്റവും നിറഞ്ഞു നിൽക്കുകയാണ്. പേര എന്താണ് എന്ന് ആരെങ്കിലും തിരിച്ചറിയുന്നത് പേരയ്ക്കാപ്പഴത്തിൽ നിന്നാണ്. പേരയ്ക്കാപ്പഴം കാണുമ്പം, മുറിക്കുമ്പം, തിന്നുമ്പം, രുചിക്കുമ്പം, ഗന്ധമെടുക്കുമ്പം, മണത്ത് നോക്കുമ്പം എല്ലാം കിട്ടുന്നത് ആ പേരയുടെ സത്തയുടെ പൂർണ്ണതയാണ്. ഏറ്റവും മനോഹരമായ അവസ്ഥയാണ്. അതാണ് പേരയ്ക്കാപ്പഴം. ആ പേരയ്ക്കാപ്പഴത്തിലൂടെയാണ് പേര താൻ എന്താണെന്ന് പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തുന്നത്, ആൾക്കാർ കാണിച്ചു കൊടുക്കുന്നത്. പക്ഷികളാണേലും മൃഗങ്ങളാണേലും മനുഷ്യനാണേലും പേരയെ അനുഭവിക്കുന്ന പേരയ്ക്കാപ്പഴത്തിലൂടെയാണ്. എന്ന് പറഞ്ഞതുപോലെ ഒരു വ്യക്തിയുടെ ജീവിതം കൃപ നിറഞ്ഞു വന്ന് ദൈവത്തിന്റെ സാന്നിധ്യം ഒരു നല്ല രീതിയിൽ നിറഞ്ഞു കഴിയുമ്പോഴേക്കും ഫലങ്ങളിലൂടെ ആ ദൈവസാന്നിധ്യം പ്രകടമാകും. ദൈവസ്ഥാനമായ ഫലങ്ങളിലൂടെ സ്നേഹം നിറയുന്നു. അപ്പോൾ സ്നേഹിക്കുന്നില്ലാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടേ ഇല്ലെന്ന് 1 യോഹന്നാൻ 4 വായിക്കുന്നത് കൊണ്ടാണ്. സ്നേഹത്തിന്റെ രുചി വരുമ്പോഴാണ് ദൈവത്തിന്റെ രുചി അറിയുന്നത്. പേരയ്ക്കാപ്പഴം തിന്നുമ്പോഴാണ് പേര എന്താണെന്നൊരു വ്യക്തിക്ക് മനസ്സിലാവുകയുള്ളൂ. പേരയ്ക്കാപ്പഴം ഒരിക്കലും തിന്നിട്ടേ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് പേര എന്താണെന്നുള്ളത് ഒരു പരിധിക്കപ്പുറം ഒന്നും മനസ്സിലായിട്ടില്ലെന്ന് അർത്ഥം എന്ന് ഉറപ്പാണ് എന്ന് പറഞ്ഞ പോലെ. അപ്പൊ ഇങ്ങനത്തെ ഒരു ഉദാഹരണം എന്റെ മനസ്സിൽ വന്നതേ ഉള്ളൂ. അപ്പൊ ഈ 3 രീതിയിൽ ദൈവത്തിന്റെ സാന്നിധ്യം തമ്മിലുണ്ട്. അപ്പൊ മദ്രസ പറഞ്ഞു വരുന്നത് ഈ അംഗസംഘത്തിന്റെ 1-ാമത്തെ അധ്യായത്തില് നമ്മുടെ ഉള്ളില് ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് ഉറപ്പുള്ള ഒരു അനുഭവമായിട്ട് കിട്ടുന്നു. അത് എങ്ങനെയാണെന്നുള്ളത് അറിയത്തില്ല, പക്ഷെ നമുക്ക് ഉറപ്പ് വളരെ ഒരു സംശയമില്ലാത്ത രീതിയിൽ അത് അനുഭവമായിട്ട് ആത്മാവിന് കിട്ടും. അപ്പൊ ദൈവ സാന്നിധ്യം അങ്ങനെ. ഇതാണ് അന്യസദനത്തിന്റെ ഒരു അനുഭവം മദ്രസ പറയുന്നത്. അത്ര അതിരിക്കട്ടെ, അത് ഇവിടെ പങ്കുവെക്കുകയാണ്. 11-ാമത്തെ ഖണ്ഡിക. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ തിരുശരീരം അദൃശ്യമായ വിധം വിശുദ്ധ കുർബാനയെ സന്നിധി ചെയ്യുന്നത് പോലെയോ മറ്റോ ഉള്ള ഏതോ ഖനീഭൂത രൂപമാണ് പ്രസ്തുത ഉറപ്പിന്റെ അടിസ്ഥാനമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കോർപ്പറൽ ഫോം വിശുദ്ധ കുർബാന ഈശോ സാന്നിധ്യം വരുമ്പോൾ അപ്പം, ഗോതമ്പപ്പം, അതിന്റെ ഓരോ കണികയും സത്താപരമായ ഒരു മാറ്റത്തിലേക്കാണ് വരുന്നത്. രൂപം മാറുന്നില്ല, പക്ഷെ സത്ത മാറുന്നു. ഈശോയുടെ തിരുശരീര തിരുരക്തവുമായിട്ട് ആ അപ്പവും വീഞ്ഞും മാറുകയാണ്. അപ്പൊ അത് കോർപ്പറലാണ്, പദാർത്ഥപരമായ ഒരു അവസ്ഥയിൽ ദൈവസാന്നിധ്യം നിറയുന്നുണ്ട്. അങ്ങനെ ഒരു പദാർത്ഥപരമായ ഒരു മാറ്റമല്ല ഇവിടെ നമുക്കുണ്ടാകുന്നത്. അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എന്ന് മദ്രസ പറയുകയാണ്. ഉറപ്പിന് അടിസ്ഥാനമായിട്ട് വരുന്നത് അങ്ങനെ പദാർത്ഥപരമായ എന്തോ നമ്മുടെ ഉള്ളിൽ മാറി വന്നു അതുകൊണ്ട് കിട്ടുന്ന ഉറപ്പ് അങ്ങനെയല്ല. ഇവിടെ ഈ സന്ദർഭത്തിൽ അതിനൊന്നും സ്ഥാനമില്ല. ഇവിടെ ദൈവത്വത്തിന് മാത്രമേ പ്രസക്തിയുള്ളൂ. നമ്മുടെ ഉള്ളിന്റെ ഗോതമ്പപ്പത്തിന്റെ ആ തരികള്, പദാർത്ഥം, അതൊക്കെ അവിടെ പ്രസക്തമാണ്. അപ്പത്തിൽ യേശു സന്നിഹിതമാകും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ദൈവത്വം കൊണ്ട് നമ്മൾ നിറയുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നാം കാണാത്തതിനെ സംബന്ധിച്ച് പിന്നെ എങ്ങനെയാണ് നമുക്ക് ഇത്രമാത്രം ഉറപ്പുണ്ടാകുന്നത് നിങ്ങൾ ചോദിക്കുമായിരിക്കും. എനിക്കറിയാൻ പാടില്ല എന്ന മദ്രസ പറയുകയാണ്. നമ്മൾ കാണുന്നില്ല, തൊട്ട് നോക്കുന്നില്ല, രുചി, അങ്ങനെ ഇത് കാണാൻ പറ്റാത്ത കാര്യം ഒന്നും ചിന്തിച്ചെടുക്കാനും പറ്റുന്നില്ല. പിന്നെ ഇത്ര ഉറപ്പ് കിട്ടുന്നത് എങ്ങനെയാ ചോദിച്ചേക്കും. പക്ഷെ മദ്രസ ഉത്തരം പറയണം, എനിക്ക് അറിയാൻ പാടില്ല. അതെല്ലാം ദൈവത്തിന്റെ വേലയാണ്, ദൈവത്തിന്റെ പ്രവർത്തനമാണ്, ദൈവത്തിന്റെ പ്രവർത്തനമാണ്, അത്ര പറയുന്നുള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത് സത്യമാണെന്ന് എനിക്കറിയാം. അപ്പൊ മദ്രസയ്ക്ക് ഉറപ്പുണ്ട്, ഞാൻ പറയുന്നത് സത്യമാണെന്ന് എനിക്കറിയാം. ഇത്രയും ഉറപ്പിച്ച് പറയാൻ നിവൃത്തിയില്ലാത്ത ഒരാൾക്ക്
ദൈവവുമായി സമഗ്രമായ ആത്മീയ ഐക്യം സിദ്ധിച്ചുവെന്ന് ഞാൻ പറയുകയില്ല. ഇതൊരു ശക്തമായ ഒരു പ്രസ്താവനയാണ്. ഇതെങ്ങനെയാണത്? അത് ശരിക്കും ദൈവത്തിന്റെ സാന്നിധ്യമാണോ? ഈ ഉറപ്പ് എങ്ങനെയാണ് കിട്ടുന്നത്? കാരണം ഇങ്ങനെയൊക്കെയുള്ള സംശയവും ചോദ്യവും കലക്കവുമായിട്ട് ഒരു വ്യക്തി ആയിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ വ്യക്തി ഇങ്ങനെയുള്ള ഒരു ദൈവ ഐക്യ അവസ്ഥയിലേക്ക് വന്നിട്ടില്ലെന്നാണ് നമ്മത്രേസ്യ പറയുകയാണ്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി ദൈവൈക്യ അനുഭവത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് പിന്നെ ഒരു സംശയം ഉണ്ടാവുകയില്ല എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ യേശുമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സഹവാസ സഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.